ദുലീപ് ട്രോഫി മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി കയ്യടി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഇന്ത്യ ബി ടീമിനെതിരെ ഇന്ത്യ ഡിക്കു വേണ്ടിയാണ് സഞ്ജുവിൻ്റെ കിടിലൻ പ്രകടനം. 6-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ സഞ്ജു 101 പന്ത് നേരിട്ട് 12 4-ഉം 3 6-ഉം ഉൾപ്പെടെ 106 റൺസുമായാണ് പുറത്തായത്. വലിയ വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് ഏറ്റവും മികച്ച പ്രകടനത്തോടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത്. ടെസ്റ്റിലെ ക്ലാസിക് ശൈലിയിലേക്ക് ഒതുങ്ങാതെ തൻ്റേതായ ശൈലിയിൽ കളിച്ച് സെഞ്ചുറിയിലേക്കെത്താൻ സഞ്ജു സാംസണിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര വരാനിരിക്കെ ടീമിൽ ഇടം നേടാൻ സഞ്ജുവിന് മികച്ച പ്രകടനം നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സഞ്ജുവിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം. പല പ്രമുഖരും സഞ്ജുവിൻ്റെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഡി ടീം നായകനായ ശ്രേയസ് അയ്യർ തന്നെ സഞ്ജുവിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ്. സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്ന വാക്കുകളിലാണ് ശ്രേയസ് പ്രശംസിച്ചിരിക്കുന്നത്. സഞ്ജുവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്ത് പറയാൻ സാധിക്കും? അവൻ എത്ര വൃത്തിയോടെയാണ് പന്തിനെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. റെഡ് ബോൾ ക്രിക്കറ്റിൽ സ്വാഭാവികമായി കാണാൻ സാധിക്കാത്ത ശൈലിയാണിത്. സ്പിന്നർമാർക്കെതിരെ എത്ര മനോഹരമായാണ് അവൻ കളിച്ചത്. ഡഗൌട്ടിലിരുന്ന് അവൻ്റെ ബാറ്റിംഗ് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ശ്രേയസ് സഞ്ജുവിനെ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ച് പറഞ്ഞു. അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ അവസാന T20 പരമ്പരയിൽ 2 മത്സരത്തിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത്. ഇതിനുശേഷം വലിയ വിമർശനം സഞ്ജുവിന് നേരിടേണ്ടിയും വന്നിരുന്നു. ബംഗ്ലാദേശ് പരമ്പരയിൽ നിന്ന് തഴയപ്പെടുമെന്ന റിപ്പോർട്ടുകൾ വരവെയാണ് ദുലീപ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് സഞ്ജു സാംസൺ തിരിച്ചുവരവ് നടത്തിയത്. ഈ പ്രകടനം സഞ്ജുവിന് ബംഗ്ലാദേശ് T20 പരമ്പരയിൽ ഇടം നേടിക്കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യ ടെസ്റ്റിലേക്ക് ഇതുവരെ സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ല. KS ഭരത്, ധ്രുവ് ജുറേൽ തുടങ്ങിയവർക്കെല്ലാം ഇന്ത്യ അവസരം നൽകിയപ്പോഴും സഞ്ജുവിനെ ടെസ്റ്റിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ സമീപകാലത്തെ സഞ്ജുവിൻ്റെ പ്രകടനം വിലയിരുത്തി അദ്ദേഹത്തിന് ടെസ്റ്റിലേക്ക് വിളി നൽകാവുന്നതാണ്. മധ്യനിരയിൽ സമ്മർദ്ദ സാഹചര്യത്തിലും തിളങ്ങാനാവുമെന്ന് സഞ്ജു തെളിയിച്ചിരിക്കുകയാണ്. ആദ്യ ദുലീപ് ട്രോഫിയിൽ തന്നെ സഞ്ജു സെഞ്ചുറിയോടെ കയ്യടി നേടിയെന്നതാണ് എടുത്തു പറയേണ്ടത്. സഞ്ജുവിന് കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ അവസരം നൽകേണ്ടതാണ്. കേരളത്തിനായി രഞ്ജി ട്രോഫി കളിക്കാനും സഞ്ജുവിന് സാധിക്കണം. അങ്ങനെ വന്നാൽ ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കാനുള്ള ഭാഗ്യം സഞ്ജുവിന് ലഭിച്ചേക്കും. സ്പിന്നർമാർക്കെതിരെ ആധിപത്യം കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. വിദേശ പര്യടനങ്ങളിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുക പ്രയാസമാണെങ്കിലും ഹോം ടെസ്റ്റിൽ സഞ്ജുവിന് അവസരം നൽകാവുന്നതാണ്. ഇന്ത്യ ടീം നായകനായ ശ്രേയസ് അയ്യർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അവസാനത്തെ 2 മത്സരത്തിലും ശ്രേയസ് അയ്യർ ഡെക്കിന് പുറത്തായി. 2-ാം മത്സരത്തിൻ്റെ ആദ്യ ഇന്നിംഗ്സിലും 3-ാം മത്സരത്തിൻ്റെ ആദ്യ ഇന്നിംഗ്സിലും ശ്രേയസ് ഡെക്കിന് മടങ്ങുകയായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തുക എന്നത് ശ്രേയസിനെ സംബന്ധിച്ച് അല്പം പ്രയാസമാണ്. ഇതിനായി വമ്പൻ പ്രകടനം ശ്രേയസ് അയ്യർ നടത്തേണ്ടത് അത്യാവശ്യമാണ്.